വെൽക്കം ടു R4V ഗാർഡൻ. ആനക്കൊമ്പൻ വെണ്ട പച്ചയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. പച്ചയും ചുവപ്പുമായി ഒത്തിരി കായ്ച്ചു നിൽപ്പുണ്ട്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് ആദ്യം അടിവളമായി ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം കോഴിവളമാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം, ഉപ്പിടാതെ വേവിച്ചെടുത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ അതിൽ നമുക്ക് കടലപ്പിണ്ണാക്കും അല്പം ശർക്കരയും ചേർത്ത് ഒരു 5 ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കി വരുന്ന ചോറുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിടാതെ വേവിച്ചതാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിനെ ഇതേപോലെ പുളിപ്പിച്ചിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെടികൾക്കെല്ലാം അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നിത്യവഴുതനങ്ങയുടെ വിളവെടുപ്പാണ്. ധാരാളം തന്നെ കായ്ച്ചു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ പയറും നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് ഇത്രയാണ്. കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, നിത്യവഴുതനങ്ങ, പയർ.